കൊച്ചിയിൽ മേയർ സാധ്യതാ പട്ടികയിലുണ്ടായിരുന്നവരെല്ലാം മികച്ച വിജയം നേടിയതോടെ ചർച്ചകൾ സജീവം. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, മുൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK മിനിമോൾ, മുൻ കൌൺസിലർ ഷൈനി മാത്യു എന്നിവരാണ് പരിഗണനാ പട്ടികയിലുള്ളത്. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിപിൻ, പലയിടത്തും LDF-ന് ഈ മേയറായി കണ്ട ആളുകൾ തോറ്റതാണ് പ്രതിസന്ധിയെങ്കിൽ കൊച്ചിയിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിൽ കണ്ട എല്ലാവരും ജയിച്ചിരിക്കുന്നു, അതും വലിയ ഭൂരിപക്ഷത്തിൽ. ഇനി ഒരു പേരിലേക്ക് എത്തുക എന്നതും പ്രയാസമാവുന്നു. അതേ ഗോകുൽ, തിരുവനന്തപുരത്തെയോ കോഴിക്കോട്ടെയോ ഒരു സാഹചര്യമല്ല കൊച്ചി കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ. കാരണം അത്ര വലിയ മിന്നും വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ഇഞ്ചോടിഞ്ച് മത്സരം എന്ന് പോലും പറയാൻ കഴിയുന്ന സ്ഥലങ്ങൾ വിരലിലെണ്ണാവുന്നത് പോലും ഉണ്ടായിട്ടില്ല. കാരണം അത്ര വലിയ ഒരു മാർജിനിൽ തന്നെ UDF-ന് ഇപ്രാവശ്യം വിജയം നേടാൻ കഴിഞ്ഞിരിക്കുന്നു. അതിൽ കൊച്ചി കോർപ്പറേഷനിൽ കഴിഞ്ഞ പ്രാവശ്യം LDF ആയിരുന്നു. ഇപ്രാവശ്യം വലിയ ഒരു വിമത ശല്യം UDF-നെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് എന്നൊക്കെയുള്ള ഒരു ആശങ്ക UDF ക്യാമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു 40 സീറ്റാണ് പരമാവധി UDF നേതൃത്വം തന്നെ പ്രതീക്ഷിച്ചതെങ്കിൽ അത് 47ലേക്ക് പോയിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ച എല്ലാവരും ജയിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ചർച്ച കൊച്ചി മേയർ ആരായിരിക്കും എന്നുള്ളതാണ്. ദീപ്തി മേരി വർഗീസ്, KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപ്തി മേരി വർഗീസിന്റെ പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. ഒപ്പം VK മിനിമോൾ. ഈ രണ്ട് പേരുകളാണ് നിൽക്കുന്നത്. ഒരു പക്ഷേ ഒരു സമവായത്തിലൂടെ ഒരു രണ്ട് ടേമായി നൽകാം എന്നിലേക്ക് എത്താം. അതല്ല എന്നുണ്ടെങ്കിൽ ദീപ്തി മേരി വർഗീസിനാണ് കൂടുതൽ സാധ്യത ഈ സമയത്ത് നിൽക്കുന്നത്. മറ്റൊന്ന്, ഇതിനു മുൻപ് കൗൺസിലിൽ ഉണ്ടായിരുന്ന ഷൈനി മാത്യുവാണ്. ഇനി സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് ഒരാളെ കണ്ടെത്തുക, അതിൻ്റെ ചർച്ചകൾ, അതിലൊരു സമവായം എന്നുള്ളതൊക്കെ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ഒരു വെല്ലുവിളി തന്നെയായിരിക്കും. കാരണം ഗ്രൂപ്പ് ഓഫ് സമവാക്യങ്ങളോ ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്നുള്ളത് ഇനി ഡെപ്യൂട്ടി മേയർ എന്നുള്ളതാണ്. അത് മുസ്ലിം ലീഗിന് കൊടുക്കുകയാണെങ്കിൽ VK അഷ്റഫിൻ്റെ പേരിനാണ് കൂടുതൽ സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ KG രാധാകൃഷ്ണൻ ആയിരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഇതിനോടകം തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഇപ്രാവശ്യം സംവരണമാണ്. അപ്പോൾ അദ്ദേഹം ഏകദേശം 6346 വോട്ടുകൾക്കാണ് വിജയിച്ചിട്ടുള്ളത്. KG രാധാകൃഷ്ണൻ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. പക്ഷേ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു 5ലേറെ പേരുകൾ നിലവിൽ ഇപ്പോൾ തന്നെയുണ്ട്. അപ്പോൾ അതിലും ഒരു കൂടുതലായിട്ടുള്ള ചർച്ചകൾ നടക്കും എന്നുള്ളതാണ് നിലവിൽ ഒരു ജില്ലയിലെ സിറ്റുവേഷൻ. പ്രധാനമായും എടുത്തു പറയേണ്ടത് തൃപ്പൂണിത്തറയിൽ എന്തായിരിക്കും എന്നുള്ളതാണ്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി NDA വന്നിരിക്കുകയാണ്. അതും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. തൃപ്പൂണിത്തറ ഇനി ഇപ്പോൾ ആര് ഭരിക്കുമെന്നുള്ളതാണ്. LDF UDF തമ്മിലുള്ള ഒരു നീക്കുപോക്ക് അവിടെ സാധ്യമാണോ? അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരു അനന്തരഫലം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ തന്നെ ചർച്ച നടക്കും. LDF-നേറ്റ ഒരു കനത്ത തിരിച്ചടി, ഒരു UDF-ന് അനുകൂലമായി നിൽക്കുന്ന ഒരു ജില്ല എന്നുള്ളതിനപ്പുറമായി CPM-നേറ്റ തോൽവിയിൽ ഇന്ന് സ്വാഭാവികമായിട്ടും കൊച്ചിയിലും ചർച്ചകൾ സജീവമായി തന്നെ ഉണ്ടാകും. ശരി വിപിൻ, ഏതായാലും കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണസമിതി വലിയ പ്രതീക്ഷ വെച്ചതാണ്. വികസന പ്രവർത്തനങ്ങളൊക്കെ വോട്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് LDF. പക്ഷേ ഏകപക്ഷീയം എന്ന നിലയിലാണ് UDF-ന് ജനവിധി ലഭിച്ചത്. ഏതായാലും ഇനി മേയർ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് കോൺഗ്രസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.